ആദ്യം ശ്രീ രാജു പി നായർ, മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ എന്തായാലും സ്റ്റേറ്റ് സ്വകാര്യ സർവകലാശാല ബിൽ, കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് ബിൽ അവതരിപ്പിക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിന് മുന്നോടിയായി ആരൊക്കെ എന്തൊക്കെ പറയണമെന്ന കാര്യത്തിൽ വിലക്ക് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല വേണു, ഇതൊരു സാഹചര്യം സത്യത്തിൽ ഇത് CPM-നകത്തുണ്ടാവുന്ന സാഹചര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസ് പ്രതിനിധിയെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പകരം MA ബേബിയെ ഈ ചർച്ചയ്ക്ക് ഒരുപക്ഷെ 10 വർഷം മുമ്പുള്ള MA ബേബിയെ കൊണ്ടുവന്നിരുത്തിയിരുന്നെങ്കിൽ പ്രകാശൻ മാസ്റ്ററും ബേബിയും തമ്മിലുള്ളൊരു ആശയ പോരാട്ടം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാമായിരുന്നു. 2010 കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് കൊണ്ടുവന്ന ഒരു സബ്മിഷനിൽ MA ബേബി പറഞ്ഞ ഒരു മറുപടിയുടെ ചില വാക്കുകൾ മാത്രം ഞാൻ വായിക്കാം. അറിവിൻ്റെ നിഗൂഢവൽക്കരണമാണ് വിപണി അധിഷ്ഠിത കാഴ്ചപ്പാടിൻ്റെ മുഖമുദ്ര. ഇതിൽ നിന്ന് തികച്ചും ഭിന്നമാണ് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. അറിവിൻ്റെ ജനാധിപത്യ വൽക്കരണമാണ് ഈ കാഴ്ചപ്പാടിൻ്റെ കേന്ദ്രബിന്ദു. ഇതെന്തായിരുന്നു? 2010 UPA ഗവൺമെൻറ് വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോയപ്പോൾ പ്രൊഫസർ C രവീന്ദ്രനാഥ് കേരളത്തിൻ്റെ നിയമസഭയിൽ ചോദിച്ച ചോദ്യവും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ MA ബേബി പറഞ്ഞ മറുപടിയുടെ ചെറിയൊരു മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം തീർന്നോ പ്രകാശൻ മാസ്റ്ററെ? അല്ലെങ്കിൽ അറിവിൻ്റെ കേന്ദ്രബിന്ദു ജനാധിപത്യമാണെന്നുള്ളതൊക്കെ CPM-ന്റെ നയം മാറിയോ? എന്തായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ നിലപാട്? ജാനുവരി 2023 ആ നിലപാട് വന്നത്. എന്താണ് ആ നിലപാട്? ഇവിടെ പരിപൂർണമായിട്ട് ഈ സംസ്ഥാനത്തെയും എല്ലാവരെയും ഇരുട്ടിലാക്കി നിർത്തിക്കൊണ്ട് CPM ഒരു കൃത്യമായിട്ടുള്ള നയവ്യതിയാനം നടത്തിയിരിക്കുന്നു. ആ നയവ്യതിയാനം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, പോളിറ്റ് ബ്യൂറോ ഒന്നും അല്ല. ഇവിടെ വേണു സൂചിപ്പിച്ച പോലെ തന്നെ CPM-നെ ഇന്ന് ഇന്ത്യയിൽ നയിക്കുന്നത് പിണറായി ബ്യൂറോ ആണ്. ആ പിണറായി ബ്യൂറോ ആണ് കേന്ദ്രത്തിൽ ഉള്ള രാഷ്ട്രീയ സഖ്യങ്ങളും അടവ് നയങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാത്തിലും കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്കും വീക്ഷണങ്ങൾക്കും എല്ലാം അപ്പുറത്ത് തീവ്ര വലതുപക്ഷ നയത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നത് പിണറായി ഫാക്ടറാണ് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചിരിക്കുകയല്ലേ? ഇവര് മാപ്പ് പറയേണ്ടത് കേരളത്തിലെ യുവതയോടല്ലേ? പിണറായി വിജയനൊക്കെ ഈ നിലപാടെടുക്കുമ്പോഴും ബർമിംഗ്ഹാമിലും ഒക്കെ പോയി ഇവരുടെ മക്കൾ പഠിച്ചിരുന്നു എന്നുള്ള ഇരട്ടത്താപ്പോടെ നിൽക്കുകയാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹ മാധ്യമങ്ങളിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ CN മോഹനന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം മകളുടെ കോൺവെക്കേഷന് പോയി, ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല, അവരെല്ലാം പോയി നല്ല വിദ്യാഭ്യാസം നേടട്ടായിരുന്നു എതിർപ്പില്ല. പക്ഷെ നിങ്ങൾ നശിപ്പിച്ചത് ഏകദേശം 13 വർഷക്കാലത്തോളം അല്ലെങ്കിൽ അതിനുമേൽ നിങ്ങൾ ഇവിടെ ഈ നയത്തിൽ നിന്നുകൊണ്ട് നശിപ്പിച്ചത് ഈ കേരളത്തിലെ യുവജനങ്ങളുടെ ഭാവിയാണ്.